ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സുജി ആൻസൽ. അപ്പം നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല കുറുകിയ ചോറോട് കൂടിയ ഒരു അടിപൊളി ചൂരക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കറിക്ക് ആവശ്യമായ മീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത്രയും മീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 7 അല്ലി വെളുത്തുള്ളി 2 പച്ചമുളകും പിന്നെ ഒരു തക്കാളി അരിഞ്ഞാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം അത് മാത്രം എടുത്താൽ ഞാനിവിടെ 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ കറി വെക്കാനായിട്ട് ഞാനൊരു ഉരുളി എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഉരുളി ഒന്ന് ചൂടായിട്ട് വരണം. അപ്പോൾ ഉരുളിയൊക്കെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറി വെക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഏകദേശം 2 ടേബിൾ സ്പൂൺ അളവിലാണ് വെളിച്ചെണ്ണ ചേർത്തത്. നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നമുക്കിനി എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം നമ്മൾ ഉരുളിയിലിട്ട് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് കുറച്ച് സമയം നമുക്കൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒരുപാട് അങ്ങ് മൂത്തുകൊണ്ട് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിലേക്കൊന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എരിവ് കൂടിയ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂണൊക്കെ എടുത്താൽ മതി. ചൂരക്കറി ആയതുകൊണ്ടാണ് ഞാൻ 4 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തത് ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ മറ്റേ പുളിയും കൂടി എടുത്തത്, വാളംപുളിയും കൂടി എടുത്തത്. അപ്പം നമ്മുടെ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലൊന്ന് വഴറ്റി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മുളകൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ ചേർത്ത പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളിയും കൂടി ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ തക്കാളിയും കൂടി ചേർത്ത് കുറച്ച് സമയം നമ്മുടെ പൊടികളെല്ലാം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചില്ലേ, അതൊന്ന് പിഴിഞ്ഞ് എടുക്കണം. അതൊന്ന് കൈകൊണ്ട് ഞെവിടി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം മാത്രമേ നമുക്കിനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് കുറച്ച് സമയം ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം എല്ലാം മാറ്റിയെടുത്തതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പുളിവെള്ളവും അരപ്പും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. കണ്ടോ, ഇങ്ങനെ നമുക്ക് തിളച്ച് വരുമ്പോൾ തന്നെ എണ്ണ തെളിയുന്നത് കാണാൻ പറ്റും. ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നില്ലേ, ആ കുടംപുളിയും വെള്ളം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും വേണ്ട. ഇപ്പോൾ തന്നെ അത്യാവശ്യം വെള്ളം ആയിട്ടുണ്ട്. ഏകദേശം 1 കപ്പ് വെള്ളം കൂടി ഇതിനകത്തേക്ക് കറിക്കകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ മീനിൽ നിന്നും വെള്ളം ഇറങ്ങുമല്ലോ, അതുകൊണ്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏകദേശം ഇനി 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മുടെ മീനും കൂടി ചേർക്കാം. ഇപ്പം തന്നെ നമ്മുടെ കറിയുടെ എണ്ണ അത്യാവശ്യം നല്ലതുപോലെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഈ വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ തിളച്ച് വരുമ്പോൾ നല്ലതുപോലെ എണ്ണ തെളിയും. കറിയിൽ നല്ലതുപോലെ എണ്ണ തെളിയും. കണ്ടോ, ഇതുപോലെ നമ്മളങ്ങനെ പുളിവെള്ളമൊക്കെ ചേർത്ത് വഴറ്റി എടുത്തതുകൊണ്ടാണ്, കുറച്ച് സമയം ഇങ്ങനെ വഴറ്റുന്നതുകൊണ്ടാണ് ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി അരിഞ്ഞതും കൂടിയാണ് ചേർത്തത്. ഇപ്പോൾ തക്കാളി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമ്മൾ കറി മുപ്പിച്ച സമയത്ത് തക്കാളി ചേർത്തിരുന്നു. പിന്നെ കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് അപ്പോൾ നമ്മുടെ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന മീൻ നമ്മൾ ഇനി കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മീനെല്ലാം നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി മീനെല്ലാം ഒന്ന് ഇളക്കി കറിയിലേക്കൊന്ന് ഇറക്കി നിൽക്കുന്ന രീതിയിലൊന്ന് ഇളക്കിയെടുക്കുക. മുങ്ങി നിൽക്കുന്ന രീതിയിലൊന്ന് ഇളക്കിയെടുക്കുക. വെള്ളം കുറവാണെന്നും കരുതി വീണ്ടും നമ്മൾ വെള്ളം കോരി ഒഴിക്കരുത്. കറി ഇങ്ങനെ ചാറ് നീണ്ടു പോയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും കാണില്ല. എപ്പോഴും ചാറ് കുറഞ്ഞ് നിൽക്കുന്നതാണ് മീൻ കറിക്കെല്ലാം എപ്പോഴും നല്ലത്. അപ്പം നമ്മുടെ കറി ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു അരമുറി തേങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആ തേങ്ങ ഒന്ന് അരച്ചെടുത്ത് നമുക്ക് ഈ കറിയിലേക്കൊന്ന് ഒഴിക്കാം. ഒരുപാട് വെള്ളമൊന്നും വേണ്ട. തേങ്ങ ഒന്ന് അരയ്ക്കാൻ ആവശ്യമായി കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാൻ തേങ്ങ ഒന്ന് അരച്ചിട്ട് വരട്ടെ.
അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ തേങ്ങ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തിളയ്ക്കുന്ന സമയം തന്നെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ആ പാത്രം ഒന്ന് കഴുകി കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ തേങ്ങ നമ്മൾ അരച്ചതും കറിയും കൂടി ഒന്ന് കൂട്ടി ഇളക്കി എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് എടുക്കാം. ഇനി കറിയെല്ലാം നല്ലതുപോലെ ഒന്ന് കുറുക്കി പറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് കറി ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ചുരുക്കറിയാണിത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ തേങ്ങയും കൂടി അരച്ചൊഴിക്കുമ്പം മുളകിൻ്റെ കാറ്റിലൊക്കെ ഉണ്ടെങ്കിൽ അത് മാറും. എരിവിൻ്റെ പ്രശ്നമൊക്കെ അങ്ങ് കുറഞ്ഞ് കിട്ടും. കറി കൂട്ടാനാണെങ്കിൽ സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പം നമ്മുടെ കറി ഒന്ന് തിളച്ച് അത്യാവശ്യം ഒന്ന് പറ്റി കുറുകി വരട്ടെ. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. അതിൻ്റെ പുറത്തേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കറി ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാടിട്ടങ്ങ് കുത്തി ഇളക്കണ്ട. ഏകദേശം മീനെല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ചുറ്റിച്ചെടുത്താലും മതി. ഒരുപാടങ്ങിട്ട് നമ്മൾ എപ്പോഴും ഇളക്കുമ്പോൾ മീൻ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. ഇപ്പം നമ്മുടെ കറിയുടെ വെള്ളി എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ചുവന്ന കളർ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ കറി ഓൾറെഡി സെറ്റായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മളെല്ലാം പുറത്തു നിന്നൊക്കെ കഴിക്കുന്ന ഒരു കറിയുടെ ടേസ്റ്റാണ് ഇതിന്. നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ പറ്റിച്ചെടുക്കാം. അപ്പോൾ നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറിയൊന്ന് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കറിയൊന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ചൂരക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. ചോറിൻ്റെ കൂടെയും ചപ്പാത്തി അതുപോലെ തന്നെ കപ്പ വേവിച്ചത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മീൻകറിയുടെ റെസിപ്പിയാണ് ഇന്ന് കണ്ടത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.